സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ അവസ്ഥ എന്ത് എന്നത് തിരിച്ചറിയുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ലോകത്തിൽ വളരെയധികം വിജ്ഞാനമുണ്ടെങ്കിലും നാം ആര് എന്നോ നമ്മുടെ അവസ്ഥ എന്ത് എന്നോ വ്യക്തമായ ധാരണ പൊതുവെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിൽ പലരും പരാജയപ്പെടുന്നു. അതെൻ്റെ അനുഭവം കൂടെയാണ്. ഞാനെൻ്റെ പരാജയങ്ങളിൽ കൂടെയാണ് ചിലതൊക്കെ പഠിച്ചത്, ഒട്ടുമുക്കാലും പഠിച്ചത് എന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും എനിക്ക് പറ്റിയ നഷ്ടമോ അമളിയോ പറ്റരുത് എന്ന ഒരു വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനോട് ആത്മീയത, വേദപുസ്തകത്തിൽ കാണുന്ന ആത്മീയത മാത്രമല്ല, ലോകത്തിലെ വിവിധമായ ആത്മീയ പാരമ്പര്യങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള വെളിച്ചം എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് നാം ഇതിനോട് കൂട്ടായ്മ ആചരിക്കേണ്ടത് അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിക്കരുത് എന്നുള്ള ഒരു സ്പഷ്ടത നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ അവസ്ഥ എന്ത് എന്ന് ഒന്ന് തിരിച്ചറിയുക. അപ്പോൾ അതിന് സഹായമാകത്തക്കാണ് ഏറ്റവും സിമ്പിളായി പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് പോലും മനസ്സിലാകാവുന്ന വിധത്തിൽ ഞാനൊരു ചിത്രീകരണം, ഒരു ഇലസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആദ്യം കാണിച്ചുകൊണ്ട് അതിൻ്റെ ചിത്രീകരണത്തിൻ്റെ ആശയം വിവരിച്ചുകൊണ്ട് നമ്മുടെ അന്വേഷണം ആരംഭിക്കുന്നതായിരിക്കും ഉചിതം. ഞാൻ അതുകൊണ്ട് ആദ്യമായിട്ട് അത് നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾ അല്പം സൂക്ഷിച്ച് നോക്കിയാൽ കാണാവുന്നതാണ്. ഇവിടെ സ്റ്റേറ്റിൻ്റെ അതോറിറ്റി, മുകളിൽ ദൈവം, ഒരു ത്രികോണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സൊസൈറ്റി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്, സംസ്കാരം ഉൾപ്പെടുത്തുന്നുണ്ട്, സാമ്പത്തികമായ അവസ്ഥ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കും, സ്വാധീനിച്ചുകൊണ്ടിരിക്കും, നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും പ്രധാനം. ഈ സ്റ്റേറ്റ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. അതിനൊരു ഹൊറിസോണ്ടൽ പുള്ളായിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവമുണ്ട്. ദൈവം നമ്മളെ അങ്ങനെ ഹേമിക്കുകയില്ല. എന്നാൽ ഒരു വലിയ സാധ്യതയായി എല്ലാറ്റിനും ഈ സാധാരണ നമ്മുടെ റുട്ടീൻ മെറ്റീരിയൽ ജീവിതത്തിന് ഉയർന്നിട്ട് ഉന്നതമായി ദൈവസങ്കല്പം, ദൈവമെന്ന നമ്മുടെ അഭയം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ സ്റ്റേറ്റിന് അതോറിറ്റിയുണ്ട്, ദൈവത്തിന് അതോറിറ്റിയുണ്ട്. ഈ രണ്ട് അതോറിറ്റി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതെങ്ങനെ പ്രവർത്തിക്കുന്നു? അതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എന്തായിരിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണം. അതാണ് ലക്ഷ്യം. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിച്ചോളുക. the state, including society, culture, economy, institutions, etc., everything around you on the material plane. Above you is God, and God does not force. Unlike the state, God enables you to be transformed. State controls, God transforms. ഇതാണ് എൻ്റെ മനസ്സിലിരിക്കുന്ന സങ്കല്പം. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കാമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസിയായിട്ട് മനസ്സിലാകും, അല്ലെങ്കിൽ സ്പഷ്ടമാകും എന്ന പ്രത്യാശയിലാണ് ഞാൻ ഇപ്രകാരം ഒരു ചിത്രീകരണത്തിന് മുതിർന്നത്. ഞാൻ ഇത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഈ വേൾഡ്ലി അതോറിറ്റി, അതിനും ദൈവത്തിൻ്റെ അതോറിറ്റിയും മധ്യയാണ്
മതത്തിൻ്റെ അതോറിറ്റി സ്ഥിതി ചെയ്യുന്നു എന്ന് നാം സങ്കല്പിക്കുന്നത്. യു സ്റ്റേറ്റ്, ഇതിൻ്റെ മധ്യയാണ് മതം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മതത്തിന് മറ്റൊരു സാധ്യതയുണ്ട്. അതായത് യു, ഗോഡ് ഈസ് ഹിയർ, സ്റ്റേറ്റ് ഈസ് ഹിയർ. മതത്തിന് ഇവിടെയും തങ്ങളെ തന്നെ വിഭാവന ചെയ്യാം. Religion or religious authority can imagine themselves to be situated here and minister to the people. ഇങ്ങനെ. അപ്പോൾ ഇത് 3 തരത്തിലുള്ള അതോറിറ്റി ആകും. സ്റ്റേറ്റിൻ്റെ അതോറിറ്റി, സഭയുടെ അതോറിറ്റി, ദൈവത്തിൻ്റെ അതോറിറ്റി. നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്റ്റേറ്റിൻ്റെ അതോറിറ്റി അറിയാം, മതത്തിൻ്റെ അതോറിറ്റി അറിയാം, ദൈവത്തിൻ്റെ അതോറിറ്റി അറിഞ്ഞുകൂടാ. അറിയാമെന്നൊക്കെ പറയും, താത്വികമായിട്ട് അറിയാമെന്ന് പറയും, പക്ഷേ നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മെ എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ശക്തികൾ, സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശക്തി, സഭയുടെ ശക്തി. അങ്ങനെ വരുമ്പോൾ സഭ ഇവിടെ ആയിരിക്കത്തില്ല, സഭ ഇവിടെ ആയിരിക്കും. അതൊരു ഭൗതികമായ തലത്തിൽ മാത്രം പ്രവർത്തിക്കും. അതിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ ദോഷങ്ങളും നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു രോഗമാണ്. ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നാം ഇപ്പോൾ തുടരെയായി കണ്ടും അനുഭവിച്ചും വിഷമിച്ചും വീർപ്പ് മുട്ടിയും കഴിയുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ആവശ്യമെന്ന് പിന്നെ തോന്നിയാൽ അതിനെ കേന്ദ്രീകരിച്ചൊരു വീഡിയോ ചെയ്യാമെന്നും എനിക്ക് ചിന്തയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. യു, അത് ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ യേശു പറയുന്നു, മതം മനുഷ്യന് വേണ്ടിയാണ്, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല. ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? നീയാണ്, നാം ഓരോരുത്തരുമാണ്. സ്റ്റേറ്റിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? ഗവർണിംഗ് ക്ലാസ്, ഗവർണിംഗ് സൊസൈറ്റി, അധികാരവർഗം. മതത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ്? മത അധികാരികൾ. അവർ ദൈവത്തെപ്പറ്റി പറയുന്നത് അവരുടെ അധികാരത്തെ സാധൂകരിക്കാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തിൻ്റെ അധികാരം മാറ്റിവെച്ചാൽ ഈ സഭാ അധികാരികൾക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ല, അഡ്രസ്സ് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് അവർക്ക് ദൈവം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് 10 പറയുന്നത്, ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത്. ദൈവത്തിൻ്റെ നാമം ഏറ്റവും കൂടുതൽ എപ്പോഴും വൃഥ എടുക്കുന്നത് മതമേധാവികളാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദൈവം. പണം ഭരിക്കണമെങ്കിൽ ദൈവം, ആരെയെങ്കിലും ശിക്ഷിക്കണമെങ്കിൽ ദൈവം, എന്തെങ്കിലും കസേര കിട്ടണമെങ്കിൽ ദൈവം, ആരെയെങ്കിലും വരയ്ക്ക് നിർത്തണമെങ്കിൽ ദൈവം, ശവമടക്കാൻ മനസ്സില്ലെങ്കിൽ ദൈവം. അങ്ങനെ ദൈവം. അത് ദൈവത്തോടുള്ള ഭക്തി കൊണ്ടോ ബഹുമാനം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല, അത് വെറും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് വിശ്വാസ സമൂഹം നാളിതുവരെ അറിയുന്ന ലക്ഷണം കാണുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അധികാരികളുടെ കൈ പിടിച്ചുകൊണ്ട് യോർദാൻ അക്കരെ കടന്ന് സ്വർഗത്തിലോട്ട് പോകുക എന്നൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായും ഞാൻ 2 വാക്കിൽ ഒതുക്കിയാൽ നിങ്ങളും അധികാരവും. നമുക്കറിയാം യേശു ക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു. ആ അധികാരവും ലോകത്തിൽ നമ്മെ നിയന്ത്രിച്ച് അവരുടെ ഇംഗിതത്തിന് നിർത്തുന്ന വിവിധ അധികാരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കാൻ നാം കൂട്ടാക്കണം. അങ്ങനെ നാം ചിന്തിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും ലോകം അധികാരത്തെ എപ്രകാരം മനസ്സിലാക്കുന്നു, പ്രയോഗിക്കുന്നു എന്നതും
മത അധികാരികൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് കൈക്കലാക്കുന്ന അധികാരം പ്രയോഗിക്കുന്നതും ഒരുപോലെയാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ഈ ലോകത്തിലുള്ള നേതാക്കന്മാർ മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം ചെയ്യുവാൻ വളരെയധികം ദാഹിക്കുന്നു. മെൻ ലവ് ടു ലോഡ് ഇറ്റ് ഓവർ അതേഴ്സ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് വേർഷൻ. അവർക്ക് വലിയ ഭ്രമമാണ്. അവർ അർമാദിക്കുന്നത് മറ്റുള്ളവരെ അവിടെ നിയന്ത്രണത്തിൽ വെച്ച് കെട്ടിമുറുക്കി വരിഞ്ഞു വെച്ചിട്ടാണ്. നിങ്ങളോ അങ്ങനെ ആകരുത്. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലെ ക്രിസ്തീയ സമൂഹം സഭാവ്യത്യാസമെന്നെ അവരുടെ നേതാക്കന്മാരോട് പറയേണ്ടത്, പ്രത്യേകിച്ച് ബിഷപ്പന്മാരോട് പറയേണ്ടത്, ജിജി തോംസൺ പറഞ്ഞതുപോലെ നിങ്ങളോ അങ്ങനെ ആകരുത് എന്ന് പറയണം. ആരും പറയുന്നില്ല, ഒച്ചരച്ച് നിൽക്കുകയാണ്. കേരളത്തിൽ 60 ലക്ഷം ക്രിസ്ത്യാനികളുണ്ട്. ഒരൊറ്റ ജിജി തോംസനെ ഉണ്ടായിരുന്നുള്ളൂ മുഖത്ത് നോക്കി പറയാൻ ഇതൊക്കെ നാണക്കേടാണെന്ന്. എന്നാൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അങ്ങനെ പറയാനൊരു കടമ നമുക്കുണ്ട്. കാരണം എന്താണ്? നമുക്ക് നമ്മെപ്പറ്റി അല്പം അഭിമാനം വേണം. നാം ചപ്പും ചവറുമല്ല. ദശാബ്ദങ്ങളായി മനുഷ്യൻ പാപിയാണ്, നീ പാപിയാണ്, അവൾ പാപിയാണ് പറഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള സ്വാഭിമാനം മുഴുവൻ നശിപ്പിച്ചിട്ടാണ് നമ്മളെ ഈ ഉണങ്ങിയ കരിയില പോലെ ഒരു മുലയെ വെച്ചിരിക്കുന്നത്. പൊതുജനം പാപിയും ചില ആളുകൾ പരിശുദ്ധന്മാരും. പരിശുദ്ധ ഭാവ ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധി എവിടെ ആയിരിക്കുന്നതെന്ന് ലോകത്തിലാർക്കും ഒരു പിടിയുമില്ല. പിന്നെ പരിശുദ്ധ ഭർത്താന്മാരിങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇമ്പോർട്ടഡ് കാറിൽ ഇങ്ങനെ രാജാക്കന്മാരെ വെല്ലുന്ന മോഡിയിൽ പരിശുദ്ധന്മാരിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവിടെ പരിശുദ്ധി എവിടെ ആയിരിക്കുന്ന ആർക്കൊരു പിടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തത വരണമെങ്കിൽ നമ്മുടെ അവസ്ഥ നമുക്ക് തിരിച്ചറിയണം. നമുക്കറിയാം, യേശുവിൻ്റെ പഠിപ്പീരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു ദൈവമല്ല, നിങ്ങളാണ്. യേശു പിതാവായ ദൈവവുമായി താതാത്മ്യം പ്രാപിച്ചു. പക്ഷേ പരസ്യ ശുശ്രൂഷ ആദ്യ തൊട്ട് അവസാനം ശ്രദ്ധിച്ചു നോക്കൂ, അവൻ ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് വന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ നാം എന്ത് കാണുന്നു? മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലേക്ക് കൊടുക്കുവാനും അത്ര വന്നു. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് യേശു വന്നത്. കാണാതെ പോയ ആടിൻ്റെ ഉപമ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതു വില കൊടുത്തും 99% എൻ്റെ സ്വത്തും പോട്ടെ, ഈ നശിച്ചു പോയ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ, അത് നീ ആയിരിക്കും, ഞാനായിരിക്കും, അന്വേഷിച്ചു വരുന്നൊരു ദൈവം. അപ്പോൾ യേശുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആത്മീയ ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, യാതൊരു സംശയവും വേണ്ട, ഇറ്റ് ഈസ് യു. എന്നാൽ സഭ നോക്കുമ്പോൾ ഇത് കുപ്പക്കുഴിയാണ്, ഒന്നുമില്ല. പിന്നെ ആദായം എവിടെയാണ് കിടക്കുന്നത്? പാപിയാണ്, പക്ഷേ പോക്കറ്റ്. ഇപ്പോൾ വിശ്വാസി ആരാണ്? സഭയുടെ കണ്ണിൽ പോക്കറ്റുള്ള പാപിയാണ് വിശ്വാസി. അപ്പോൾ വിശ്വാസിയെപ്പറ്റി എൻ്റേതായൊരു നിർവചനം നിങ്ങൾക്ക് തരികയാണ്. ആരാണ് വിശ്വാസി? പോക്കറ്റുള്ള പാപിയാണ് വിശ്വാസി. പോക്കറ്റ് നിറഞ്ഞിരിക്കണം, അപ്പർ സ്റ്റോറി എംറ്റി ആയിരിക്കണം, ശൂന്യമായിരിക്കണം. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ. അപ്പോൾ ഇപ്പം നമുക്ക് പറയണം, വിശ്വാസി ആരാണ്? പോക്കറ്റുള്ളതും തലച്ചോറ് മരവിച്ചതുമായ പാപിയാണ് വിശ്വാസി. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ അതാണോ അങ്ങനെ ആയിരിക്കണമോ നമ്മുടെ അവസ്ഥ? നാം തിരിച്ചറിയണം, ചിന്തിച്ച് നോക്കണം. ഭയങ്കരവും അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തികൾ, ദൈവത്തിൻ്റെ സൃഷ്ടി സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുവാൻ ദൈവം കരുണ കാണിച്ചു. നമ്മുടെ അവസ്ഥ എവിടെയാണ്? അപ്പോൾ ഈ അവസ്ഥയ്ക്ക് രൂപാന്തരം പ്രാപിക്കാൻ സഹായിക്കാത്തതൊന്നും ആത്മീകമായി പ്രസക്തമല്ല. നിങ്ങൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ
വ്യക്തിത്വത്തിൽ ക്രിസ്തു സമാനമായ രൂപാന്തരം വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് തലപൊക്കുവാനെങ്കിലും നിങ്ങളെ സഹായിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ഭക്ഷിച്ചത് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ അല്ല. നിങ്ങൾ മറിച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ അപമാനിക്കുകയാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, അങ്ങനെയുള്ള വിശ്വാസി യേശുവിൻ്റെ ശരീരരക്തങ്ങളെ വെറും മലമാക്കി വിരൂപമാക്കുന്ന ഒരു ദൗത്യമേ നിർവഹിക്കുന്നുള്ളൂ. ഞാൻ അത് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നാം ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അവസ്ഥ, നമ്മുടെ സിറ്റുവേഷൻ, നാം ഇങ്ങനെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്നുകൊണ്ട് വേണം നാം വിശ്വാസമെന്ത് എന്ന് മനസ്സിലാക്കാൻ. വിശ്വാസം എന്നാൽ എന്ത്? സഭ നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസമെന്ന് പറഞ്ഞാൽ സഭയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സഭയിൽ കൂടെ ദൈവത്തിലോട്ട് പോകുന്ന ഒരവസ്ഥ, വിശ്വാസം. എന്നാൽ വിശ്വാസത്തിന് അങ്ങനെ ഒരു നിർവചനം, വിശ്വാസത്തെപ്പറ്റി അങ്ങനെ ഒരു ധാരണ, ഒരറിവ് യേശുവിൻ്റെ ഒരു പഠിപ്പീരിൽ നിങ്ങൾക്ക് പ്രാപിപ്പാൻ സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ പറയും, അത് യേശുവിൻ്റെ പുനരുത്ഥാനം കഴിഞ്ഞിട്ടാണല്ലോ സഭ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ അതിനുതകുന്ന എന്തെങ്കിലും അതിന് മുൻപ് യേശു തരുമായിരുന്നു. അപ്രകാരം നമുക്കത് ബാധകമായിരുന്നുണ്ട്. വിശ്വാസം എന്നാൽ എന്തെന്ന് യേശു വേണ്ടതുപോലെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. ഇത് ഈ നാം പരിഗണിക്കുന്ന ആശയം മനസ്സിലാക്കുവാൻ, അതിലടങ്ങിയിരിക്കുന്ന വിടുതലിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ വളരെ അനിവാര്യമായതുകൊണ്ട് ഈ ആശയം ഞാൻ അവതരിപ്പിക്കുകയാണ്. അത് സങ്കീർണമെന്ന പ്രതീതി ഉണ്ടാക്കുമെങ്കിലും അത് വളരെ സിമ്പിളാണ്. ദയവായി നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു പക്ഷേ 1-2 തവണ കേട്ട് സംഗതികൾ അറിയണമെങ്കിൽ നാം അതിനുവേണ്ടി ക്ലേശിക്കണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ. അപ്പോൾ വിശ്വാസം എന്താണ് എന്നതിനെപ്പറ്റി ഞാൻ ഒരേ ഒരംശം ഇന്ന് ഏവരുമായി പങ്കിടുകയാണ്. എനിക്കിന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഇത് പെട്ടെന്ന് പ്രകോപിക്കപ്പെടരുത്. വിശ്വാസം രാഷ്ട്രീയമാണ്. I want to talk to you about the politics of belief. വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയം. അതായത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ, കേരളത്തിലിപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്താണ് ആ വാക്ക്. പൊളിറ്റിക്സ് എന്ന വാക്ക് എന്താണെന്ന് ഞാൻ രാഷ്ട്രീയം അതിൻ്റെ ഫിലോസഫിയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന വ്യക്തിയെ നിങ്ങളോട് പറയുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം സമാധാനത്തോടും സാഹോദര്യത്തോടും കൂടെ പരസ്പര സ്നേഹവും പരസ്പര ക്ഷേമം ഉറപ്പുവരുത്തത്തക്കവണ്ണം സഹവസിക്കുക. അതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. ആഥൻസിൽ അങ്ങനെയാണ് അത് മനസ്സിലാക്കിയിരുന്നത്. ആഥൻസ് ഈസ് ദി ഒറിജിൻ ഓഫ് ദിസ്, അല്ലേ? പൊളിറ്റിക്സ്, ആ വാക്കുണ്ടാകുന്ന പോലീസ് എന്ന് പറഞ്ഞാൽ സിറ്റി. Politics, according to the Greeks, was the art of living together harmoniously and productively in a city. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇത് അറിഞ്ഞുകൂടാ. അവിടെ വിചാരം കീരിയും പാമ്പുമാണെന്നാണ്. എപ്രകാരം ഓർത്തഡോക്സ് യാക്കോബ പരസ്പരം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി ഡയസ് അതിരൂപതയിലെ 2 കൂട്ടർ പരസ്പരം സ്നേഹിക്കുന്നു, അപ്രകാരമാണ് പൊളിറ്റിക്സ് എന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. എന്നാണ് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരൊക്കെ ധരിച്ചിരിക്കുന്നത്. അപ്പോട്ടെ, അത് പ്രധാന വിഷയമല്ല, മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥവത്തായ ആരോഗ്യമുള്ള രാഷ്ട്രീയത്തിൻ്റെ ഉദ്ദേശം മനുഷ്യൻ്റെ മനുഷ്യൻ്റെ വെൽഫെയർ, മനുഷ്യൻ്റെ ക്ഷേമം, മനുഷ്യൻ്റെ സ്നേഹത്തെ ഏറ്റവും കൂടുതൽ വികസിപ്പിക്കുക. ടു മാക്സിമൈസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ടു മാക്സിമൈസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അതാണ് രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇപ്പോഴെന്താണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ? കസേര പിടിക്കുക, കീസ കുർസിക്ക,
കസേര. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനക്ഷേമം ഒന്നും പ്രശ്നമല്ല, കസേര പിടിക്കണം, അതിനുവേണ്ടി എന്തും ചെയ്ത് കളയും. ഇപ്പോൾ കേരളത്തിൽ കസേര പിടിക്കാനായിട്ട് നമ്മളെ ഏറ്റവും സഹായിക്കുന്ന സ്ത്രീയാണ്, വിഷകന്യകമാണ്. പുരുഷന് നാണമില്ലയോ എന്ന് ഞാൻ വിചാരിക്കും. ഈ മുണ്ട് കൊടുത്ത് നടക്കുന്നല്ലോ, നാണമില്ലല്ലോ. ഒരു സ്ത്രീ വഴി തുറന്നെങ്കിലേ എനിക്ക് കസേര കിട്ടത്തുള്ളൂ എന്ന് വിശ്വസിക്കത്തക്കമാണ്. രണ്ട് കൂട്ടരും കണക്കാണ്. ലജ്ജയില്ലാതെ നമ്മളെത്തി പോട്ടെ. അപ്പോൾ പൊളിറ്റിക്സ് കൊണ്ട് സംഭവിക്കേണ്ടത് ഹ്യൂമൻ ലിബറേഷനാണ്. എന്നാൽ സംഭവിക്കുന്നുവോ? നമുക്ക് നിയമം നിർമ്മിക്കാൻ അസംബ്ലി ഉണ്ട്, പാർലമെൻറ്റുണ്ട്. ഈ നിയമനിർമ്മാണം മുഴുവൻ നടക്കുന്നത് മനുഷ്യൻ്റെ ക്ഷേമം വർദ്ധിപ്പിക്കാനല്ല, മനുഷ്യരെ നിയന്ത്രിക്കുവാനും ചില സ്ഥാപിത താല്പര്യങ്ങളുടെ ഭീമമായ നന്മയ്ക്കും പിന്നെ അധികാരവർഗത്തിൻ്റെ നിലനിൽപ്പിനും ഉതകുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഏത് സാഹചര്യവും അപ്രകാരമാണ് കൈക്കൊള്ളുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ നമ്പർ 1 പ്രശ്നം എന്താണ്? ദാരിദ്ര്യമാണോ ഇൻസെക്യൂരിറ്റിയാണോ? നിങ്ങൾ പറ. ദാരിദ്ര്യമാണോ അസുരക്ഷിതാവസ്ഥയാണോ? സർക്കാർ പറയും ഇൻസെക്യൂരിറ്റി ആണെന്ന് പറയും. പക്ഷേ അതൊരു പ്രശ്നമല്ല. ഭൂരിപക്ഷം ആളുകൾക്കും അതൊരു പ്രശ്നമല്ല. ആർക്കാണ് പ്രശ്നം? അതൊരു വലിയ പ്രശ്നമാണ്. ആർക്കാണ് പ്രശ്നം? ആ മേലേക്കിടയിലുള്ള 1-2% ആളുകൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് മറ്റു പ്രശ്നങ്ങളാണ്. പക്ഷെ അതൊന്നും ഇവിടെ പറഞ്ഞുകൂടാ. മനുഷ്യൻ്റെ പട്ടിണിയെപ്പറ്റി, ദാരിദ്ര്യത്തെപ്പറ്റി ഇപ്പോൾ എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു, കടബാധ്യത കയറി പണി ചെയ്യുകയല്ലേ? അതിനെപ്പറ്റി ആരെങ്കിലും കരുതുന്നുണ്ടോ? അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ഇവിടെ. പോട്ടെ, ഞാൻ കാട് കയറി പോകാൻ സാധ്യതയുണ്ട്, ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിന് പ്രകാരം ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കുന്നുവോ അതുപോലെ മതത്തിലും ഒരു നിയമനിർമ്മാണ പദ്ധതിയുണ്ട്. മതവും നിയമവും അനുസരിച്ച് മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ സിറോ മലബാർ സഭയ്ക്ക് അതിൻ്റേതായ സിനഡുണ്ട്. ആ സിനഡാണ് പറഞ്ഞത്, പെട്ടെന്ന് നിങ്ങൾ ഈ ജനാഭിമുഖ കുർബാന നിർത്തണം, ഏകീകൃത കുർബാന നടത്തണം എന്നൊരു ഉത്തരവും കിട്ടൂ. അങ്ങനെയാണല്ലോ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിൽ കൂടെ ഒരു നിയമം ഉണ്ടാക്കും. നമ്മോട് ചോദിച്ചിട്ടാണ്, നമുക്ക് വരുമോ ഇല്ലയോ ഒന്നുമല്ല. അവർ നിയമം ഉണ്ടാക്കി നമ്മൾ അനുസരിച്ചോണം. അത് തന്നെയാണ് മതത്തിലും, യാതൊരു സംശയവുമില്ല. അപ്പം നിങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കുകയോ നിങ്ങളുടെ നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ബാധ്യതയൊന്നും രാഷ്ട്രീയത്തിലെ സർക്കാരിനുമില്ല, മതത്തിലെ സർക്കാരിനുമില്ല. ഇതാണ് അതിനകത്തെ സത്യം. പക്ഷെ അത് വെളിയിൽ പറഞ്ഞാൽ പറയുന്നവനെ എല്ലാവരും കൂടെ കല്ലെറിയും. അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്താണ് നാം ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസം എന്നതിനെ മനസ്സിലാക്കേണ്ടത്. എന്താണ് വിശ്വാസം? വിശ്വാസം നാം ഇപ്രകാരമുള്ള നാമും സ്റ്റേറ്റും, ആ സ്റ്റേറ്റിൽ ഞാൻ സഭയെ ഉൾപ്പെടുത്തുകയാണ്. ഒരേ മർമ്മമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ നിയന്ത്രണത്തിൽ നാം അടിച്ചമർത്തപ്പെട്ട് സംസ്കാരത്തിൻ്റെ വെയിറ്റും അടിച്ചമർത്തപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് തലയൊന്ന് പൊക്കണം, ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അതിന് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു ഊർജ്ജമാണ് ഈ വിശ്വാസം. അതല്ലാതെ കൃപാസനത്തിൽ പോയി അവിടെ നിന്നെങ്കിലും മാതാവിൻ്റെ കയ്യിൽ എഴുതി കൊടുത്താൽ കുന്തം കിട്ടും, കുടച്ചക്രം കിട്ടും, അത് വിശ്വാസമല്ല, അത് പൊട്ടത്തരമാണ്. വിശ്വാസം ഒരു വിപ്ലവമാണ്. വിശ്വാസം ദൈവത്തിൻ്റെ രാഷ്ട്രീയമാണ്. ജനങ്ങളെ വിടുവിക്കാൻ, ജനങ്ങളെ അവരുടെ സാധ്യതകളുടെ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ ദൈവം സൃഷ്ടിച്ച ഒരു അഭൗമമായ സംവിധാനമാണ്, ഒരു ശക്തിയാണിത് വിശ്വാസം. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. നാം എന്തുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ വീര്യം അനുഭവിക്കാത്തതെന്ന് ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇങ്ങനെ ഉയരണമെന്ന്, രൂപാന്തരം പ്രാപിക്കണമെന്ന് നമ്മളിപ്പോൾ വീണ് അഴുകിക്കൊണ്ടിരിക്കുന്ന കരിയില പോലെ വസിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ ഉന്നതമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ദൈവം അവകാശം തന്നിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മെ വലിച്ചുകൊണ്ട് പോകത്തില്ല, അത് നമ്മൾ സ്വമേധയായി പോകണം. അപ്പം അങ്ങനെ പോകണമെന്നുള്ളിൽ താല്പര്യമുള്ളവർ അതിനുവേണ്ടി നടത്തുന്ന ശ്രമത്തിൽ മാത്രമേ വിശ്വാസത്തിൻ്റെ വീര്യം എന്നവർക്ക് അനുഭവിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണോ അതോ കറങ്ങുകയാണോ,
ഒരു വ്യത്യാസമില്ല പോകുന്ന ആളുകളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ഒരു സ്ഥാനവുമില്ല. നമ്മൾ വിശ്വാസികളെന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ വിശ്വാസികളല്ല, നമ്മൾ ഒഴുകിപ്പോകുന്ന പാഴ്ത്തടികളാണ്. ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ്. ഇതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറയും. ഇതിൻ്റെ അർത്ഥം എന്താണെന്നോ ഇതിൻ്റെ വീര്യം എന്താണെന്നോ ഇതിൻ്റെ സാധ്യത എന്താണെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വാസികളായത്? പറഞ്ഞുതരാം. നമ്മൾ വിശ്വാസികൾ എന്ന ലേബിൾ നമുക്ക് കിട്ടിയത് സഭ ഒട്ടിച്ചു തന്നതാണ്. സഭയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു, സഭയുടെ സൗകര്യത്തിലൊക്കെ നിൽക്കുന്നു, സഭയുടെ പശുക്കളായി നിൽക്കുന്നു, ആവശ്യം വരുമ്പോൾ സഭയുടെ ഗേറ്റ് കീപ്പേഴ്സായിട്ട് നിൽക്കുന്നു, സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്നു, ബൗൺസേഴ്സായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട്. നമുക്ക് സഭയിൽ വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമില്ല. ഇത് നാം മനസ്സിലാക്കണം. നമുക്ക് സ്റ്റേറ്റിൽ വിശ്വാസമുള്ളതുപോലെ സഭയിലും വിശ്വാസമുണ്ട്. യാതൊരു വ്യത്യാസവും ഇതിനകത്തില്ല. അതിൽ ആത്മീയത ഉണ്ട് എന്ന് മാത്രം പറയരുത്. എൻ്റെ പക്ഷം അതാണ്. ഇതിനകത്ത് ആത്മീയതയുടെ ഒരു കണികയുണ്ടെന്ന് ആരും പറയാതിരുന്നാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ വിശ്വാസം എന്ത് എന്ന് നാം അറിയണമെങ്കിൽ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉയരുവാനുള്ള വ്യഗ്രത, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുക, ആ ഒരു അനുഭവത്തിൽ മാത്രമേ വിശ്വാസം എന്തെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയുള്ളൂ. അനുഭവിക്കാത്തതൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ഇത് നാം വ്യക്തമായി മനസ്സിലാക്കുക. അതുകൊണ്ട് നാം ആദ്യമായി തിരിച്ചറിയേണ്ടത് നമ്മൾ വിശ്വാസികൾ ആയിട്ടില്ല. വിശ്വാസമുള്ളവൻ ഒരിക്കലും തെണ്ടുകയില്ല, ദൈവത്തോട് തെണ്ടുകയില്ല. വിശ്വാസമുള്ളവൻ ദൈവത്തോട് അവൻ്റെ അവകാശങ്ങൾ, അവൻ്റെ ആവേശങ്ങൾ ഒരു പുത്രൻ പിതാവിനോട് പറയുന്നത് പോലെ പറയും എന്ന് മാത്രവുമല്ല, പിതാവ് അവന് നൽകിയിരിക്കുന്ന ആ സമ്പത്ത് അത് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ചുമതലയുണ്ട് എന്നവൻ അറിഞ്ഞിരിക്കും. അതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നവൻ മാത്രമല്ല, വിശ്വാസി പ്രാർത്ഥിക്കുന്നവൻ മാത്രമല്ല, അവൻ പ്രവർത്തിക്കുന്നവനാണ്. വിശ്വാസത്തിൻ്റെ വീര്യം വെളിപ്പെടുത്തത്തക്കവണ്ണം യാതൊരു ഒഴികഴിയും പറയാതെ സാഹസികതയോടുകൂടെ അധ്വാനിക്കുന്നവൻ മാത്രമാണ് വിശ്വാസി. ആ ഒരു ഊർജ്ജസ്വലത ക്രിസ്തീയ സമൂഹത്തിൽ കണ്ടിട്ട് നാളേറെയായി. ഈ എവിടെ പോയാലും വഴിഞ്ഞു കൊടുക്കുക, അമീബയെ പോലെ ഷേപ്പ് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ആത്മാഭിമാനമില്ലാതെ എവിടെയും ഏത് അക്രമത്തിനും കൂട്ടു നിൽക്കുക, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക, അവസരവാദം കാണിക്കുക, ഓന്തിനെ പോലെ നിറം മാറുക, മനസാക്ഷിയെ വഞ്ചിക്കുക, അറിയുന്ന സത്യത്തെ വിഴുങ്ങിക്കളയുക, എന്നിട്ട് വിശ്വാസിയാണെന്ന് പറയുക. ഈ ഒരവസ്ഥ പരിതാപകരം. ഇതിലൊക്കെ എത്രയോ നല്ലതാണ് അവിശ്വാസിയാകുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് വിശ്വാസമല്ല, ഇത് വേറെ ഏതാണ്ട് ശ്വാസമാണ്. എനിക്ക് എൻ്റെ പേരറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് ഇനി വിശ്വാസി അനുസരണയുള്ളവനാണ്, വിശ്വാസി അനുസരിക്കുന്നവനാണ്. പക്ഷേ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള അനുസരണങ്ങളുണ്ട്. ഒന്ന്, നമ്മെ അടിമയാക്കുന്ന അനുസരണമുണ്ട്. രണ്ട്, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന അനുസരണമുണ്ട്. ലൗകികമായ എന്തിനേയും നാം അനുസരിക്കുമ്പോൾ നാം അടിമകളായിത്തീരുന്നു. നമ്മെ അടിമകളെപ്പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ആണെങ്കിലും സഭയാണെങ്കിലും. എല്ലാവരും നിങ്ങളാണ് ഏറ്റവും, നിങ്ങളാണ് മുഴുവൻ, സഭ നിങ്ങളാണെന്നൊക്കെ പറഞ്ഞു കളി. ഇപ്പോൾ മോദിയോട് ചോദിച്ചാൽ ജനാർദ്ദൻ എന്ന് പറയും, പക്ഷേ ജനം അടുത്ത് വരുവാൻ സമ്മതിക്കും ഇല്ല. അതൊക്കെ പറയാൻ കൊള്ളാം, യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആ ഒരു ജനങ്ങളെ ഈ ഒരവസ്ഥയിൽ തന്നെ കെട്ടിയിട്ട് വെക്കുക, അതാണ് മനുഷ്യ നിർമ്മിതമായ മനുഷ്യൻ്റേതായ അധികാരത്തെ അധികാരത്തെ നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ നാം അടിമകളായിത്തീരുന്നു. എന്നാൽ മറ്റൊരു അനുസരണമുണ്ട്, ദൈവത്തെ അനുസരിക്കുക. ദൈവത്തെ അനുസരിക്കുമ്പോൾ അത് നമ്മുടെ വലിയ അനുഗ്രഹമായിത്തീരുന്നു. കാരണം എന്താണ്? ഞാൻ ഇവിടെ കാണിച്ചതുപോലെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മെ ഉയരത്തിലേക്ക്, ഔന്നത്യത്തിലേക്ക് ഉയരുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വലിയ ഒരു സഹായമാണ്, വലിയ ഊർജമാണ്, വലിയ ഒരു ആവേശമാണ് ദൈവം. അത് നിങ്ങൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ രൂപാന്തരപ്പെടണമെന്ന് പറയുന്ന ഏതെങ്കിലും നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മെത്താനെ കണ്ടിട്ടുണ്ടോ?
ഒരിക്കലുമില്ല, അങ്ങനെ സാധ്യമല്ല. അത് ദൈവത്തിൻ്റെ മാത്രം പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പ്രതിഭാസത്തോട്, ഒരു കോസ്മിക് പേഴ്സണാലിറ്റി എന്ന് നമുക്ക് പറയാം. ദൈവത്തെപ്പറ്റി ഒരു വാക്ക് പറയാൻ പേടിയാണ്, എന്നാലും ഞാൻ പറഞ്ഞു പോട്ടെ. നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ നാം മെച്ചപ്പെട്ടു വരുന്നു, നാം കൂടുതൽ കൂടുതൽ വളരുന്നു, നമ്മുടെ വ്യക്തിത്വത്തിന് പ്രഭയുണ്ടാകുന്നു, നാം നല്ലവരായി മാറുന്നു. ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതത്തിൽ കൂടെ ആരും നന്നാകത്തില്ല. ശ്രീനാരായണ ഗുരുസ്വാമി ആരും നന്നാകത്തില്ല, ആരും നന്നായിട്ടുമില്ല. മനുഷ്യൻ നന്നാകുന്നത് അവൻ ദൈവവുമായി താതാത്മ്യം പ്രാപിച്ച്, അല്ലെങ്കിൽ അനുസരണത്തിൽ കൂടെ ദൈവത്തോട് പങ്കാളിത്തത്തിലേക്ക് പ്രവേശിച്ച് ദൈവികമായ ദർശനങ്ങൾ ഈ ലോകത്തിൽ നിലവിൽ വരുത്തുവാൻ അവൻ തന്നെ മറന്ന് അധ്വാനിക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ നന്നാകുകയുള്ളൂ. അതിൻ്റെ ആത്യന്തികമായ വിശ്വാസമാണ്. അപ്പോൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ നാം വിടുതൽ പ്രാപിക്കുന്നു, മനുഷ്യനെ അനുസരിക്കുമ്പോൾ നാം അടിമകളായിത്തീരുന്നു. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ നാം ഒരിക്കലും ആരുടെയും അടിമകളായി നിൽക്കുകയില്ല, നാം രൂപാന്തരത്തിൻ്റെ സാക്ഷികളായി നിൽക്കും. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടമുണ്ടെങ്കിൽ അതാണ് സ്വർഗം. അങ്ങനെ ഒരു കൂട്ടമുണ്ടെങ്കിൽ ദൈവം എന്നെ അറിയിക്കണേ, എനിക്ക് അവിടെ പോകാനാ. അത് എവിടെയുമായിക്കൊള്ളാം, നടന്ന് രക്തമൊലിക്കുന്ന കാലുകളോടെ ഞാൻ അവിടെ പോയിക്കോളാം. ഇഷ്ടമുള്ള നാളുകൾ ഞാൻ അവിടെ തന്നെ കൂമ്പിട്ടിരുന്നോളാം. എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിയിക്കണേ, ഞാൻ വരാം. അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകാം. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നിയമവും സഭയുടെ നിയമവും മനുഷ്യനെ നിയന്ത്രിച്ച് അധികാരവർഗം ഉദ്ദേശിക്കുന്നത് പോലെ അവനെ നിയന്ത്രിച്ച് വെക്കാനാണ്. എന്നാൽ ദൈവത്തിൻ്റെ നിയമമോ ആശ്രയത്തിൽ നിന്ന് നമ്മളെ എന്താ പറയുന്നത്, സമൃദ്ധിയിലേക്ക്, ആശ്രയത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. നാം സഭയെ ആശ്രയിച്ചല്ലേ നിൽക്കുന്നത്, നാം സ്റ്റേറ്റിനെ, സർക്കാരിനെ ആശ്രയിച്ചല്ലേ നിൽക്കുന്നത്. അത് നമുക്ക് അപകടമാണ്, നഷ്ടമേ ചെയ്യുകയുള്ളൂ. യേശു എന്ത് പറഞ്ഞു? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. എന്താണ്? ഒരാശ്രയബോധം ഉണ്ടാകരുത്, അപകടമാണ്. യേശുവിനെ പോലും ആശ്രയിക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആശ്രയിക്കുന്നതിന് പകരം ആയിത്തീരുവാൻ ശ്രമിപ്പീൻ. ദയവായി മനസ്സിലാക്കണം, ഇത് മനസ്സിൽ കുറിച്ച് വെക്കണം. ആശ്രയിക്കരുത്, ആയിത്തീരുവാൻ ശ്രമിപ്പീൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ആകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ദൈവമക്കൾ ആകുന്നു. അതിന് പകരം ആശ്രയിച്ച് കിടക്കുകയാണ്. ആരെങ്കിലും കണ്ണ് എൻ്റെ മുഖത്തൊന്ന് പതിച്ചാൽ അയ്യോ, നോക്കിയില്ലെങ്കിൽ ബലൂൺ പൊട്ടുന്നതിൽ പൊട്ടിപ്പോവും. അയ്യോ, എൻ്റെ വീട്ടിലൊന്ന് വന്നേ, അവിടെ ആസനസ്ഥനായി എന്ന് പറയും. അദ്ദേഹം എന്നെ ഞങ്ങളുടെ ന്യൂജേഴ്സി വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടേ അങ്ങോട്ട് പോകത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനായിട്ടൊരു സിംഹാസനം ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിർവൃതിയാണേ. ഈ ആശ്രയ മനോഭാവം ക്രിസ്ത്യാനിയെ അടിമയാക്കിയ ഒരേ പ്രധാനപ്പെട്ട തത്വം ഇതാണ്. നാം ആശ്രിതന്മാരാണ്. ഒരു 100 വർഷം 200 വർഷം മുമ്പ് കേരളത്തിൽ അടിയാന്മാർ ജന്മികൾക്ക് ആശ്രിതരായിരുന്നത് പോലെ നാം അടിയാന്മാരും കുടിയാന്മാരുമാണ്. ഈ അവസ്ഥയുടെ അനാസ്ഥ, ഇതിൻ്റെ ശാപം മനസ്സിലാക്കാൻ എന്താണ് മനുഷ്യർക്ക് കഴിയാതെ പോകുന്നത്? അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ വിവരിച്ച ഈ അധികാര കേന്ദ്രത്തിൻ്റെ സ്വഭാവം കൊണ്ടാണ് ജനങ്ങളുടെ അവസ്ഥ കഷ്ടത്തിലായി പോകുന്നത്. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു തിരിച്ചറിഞ്ഞിരുന്നു. യേശു പറഞ്ഞു, എൻ്റെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞിരിക്കുന്നു. അവരെ നോക്കാൻ ആരുമില്ല. അധികാരവർഗം മൂരിക്കാള പോലെ നിൽക്കുകയാണ്. പക്ഷേ ജനം ഇതാ കിറുങ്ങി നിൽക്കുന്നു, കറക്കം കോഴി കൂടെ നിൽക്കുന്നു ജനം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്. ശ്രദ്ധിക്കണം, വളരെ മനോഹരമാണ്. യേശു പ്രതീകാത്മകമായി സംസാരിക്കുമ്പോൾ അത് കവിതയാണ്. യേശു തിരുവായി മൊഴിഞ്ഞതെല്ലാം കവിതയാണ്.
അപ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങളോട്, നിങ്ങളിൽ ആരെങ്കിലും, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മകൻ അപ്പം ചോദിച്ചാൽ നിങ്ങളവന് കല്ല് കൊടുക്കുമോ? ആലോചിച്ച് നോക്കണം. ആ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മനോഹരം, എന്നാൽ ഇടിമിന്നൽ പോലെ ശക്തം. നിൻ്റെ മകൻ നിന്നോട് അപ്പം ചോദിച്ചാൽ നീ അവന് കല്ല് കൊടുക്കുമോ? ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം എന്താണ്? അവർക്ക് നൽകുന്നത് എന്താണ്? നിങ്ങൾ കല്ല് പോലെയല്ലേ? പ്രയോജനമില്ലാത്തതല്ലേ? വിശപ്പും കല്ലുമായിട്ട് എന്താണ് ബന്ധം? നിങ്ങൾക്ക് തോന്നി ഉണ്ടാക്കി വച്ചിരിക്കുന്നു, അത് കല്ലാണ്. ജനങ്ങളുടെ അവസ്ഥ വിശപ്പാണ്. അവർ മുറവിളി കൂട്ടുമ്പോൾ കല്ലാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ കല്ല് കൊണ്ട് ജീവിച്ചു വേണം. പക്ഷെ എന്താണ്? അപ്പം ഇല്ലാഞ്ഞിട്ടല്ല, അപ്പം കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കും. അപ്പം കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കും. കേരളത്തിൽ ഒത്തിരി കൊട്ടാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അരമനകൾ വിശക്കുന്നവന് കല്ല് കൊടുക്കുകയും അരമനകൾ അപ്പം കൊണ്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഈ ശപിക്കപ്പെട്ട അവസ്ഥ വിശ്വാസിക്ക് തിരിച്ചറിയാൻ ബുദ്ധിയില്ലാത്തതുകൊണ്ട് എല്ലാവരും മിനിങ്ങിയൊക്കെ നടക്കുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇനിയും അധികം വൈകുകയില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷ്യം ചെയ്യുന്നു, ഈ വഞ്ചന, ഈ നാടകം, ആത്മാർത്ഥത തൊട്ടുതേച്ചിട്ടില്ലാത്ത, ദൈവത്തിൻ്റെ പേര് വൃഥാ എടുത്ത് ജനങ്ങളെ കളിപ്പിക്കുന്ന ഈ വ്യവസ്ഥിതി ഇവിടെ നാളുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. മേനെ മേനെ തെക്കേ ലൂഫസി, ഞാൻ നിന്നെ തൂക്കി നിനക്ക് ഒന്നുമില്ല എന്ന് കണ്ടിരിക്കുന്നു. കാലത്തിൻ്റെ ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന ചുവരെഴുത്തുകൾ ഞാൻ വായിച്ച് നിങ്ങൾക്കായി നൽകുകയാണ്. ദ റൈറ്റിങ്സ് ഓൺ ദ വാൾ. ഇത് അവസാനിപ്പിക്കണം. ജനങ്ങളുടെ അവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിച്ച് ത്യാഗബുദ്ധിയോടുകൂടെ ദൈവത്തോടുള്ള ഉത്തരവാദിത്വത്തിൽ അധ്വാനിക്കുകയും ചെയ്യുന്ന ദൈവഭയമുള്ള ഒരു പുരോഹിത വർഗമുണ്ടാകണം, ഒരു മത നേതൃത്വം ഉണ്ടാകണം. പക്ഷേ അതിൻ്റെ ലക്ഷണം ഇപ്പോൾ ഞാൻ കാണുന്നില്ല. അതില്ല എങ്കിൽ ജനം ഈ ആലയം വിട്ട് രക്ഷപ്പെട്ടു പോകും. അടുത്ത തലമുറ ഇതിന് നിൽക്കുകയില്ല. കാരണം ഇതുവരെയും ഈ ഒരു വ്യവസ്ഥയിൽ നിന്ന് പോയത് ആളുകൾക്ക് അറിവില്ലാഞ്ഞിട്ടാണ്. സോഷ്യൽ മീഡിയ വന്ന് ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ക്രിസ്തീയ സമൂഹത്തിൽ ജനങ്ങളുടെ രോഷം ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു. മെത്രാൻ വർഗം ഇത് ശ്രദ്ധിച്ച് ഇന്നത്തെ അവസ്ഥയെ മനസ്സിലാക്കി ജനങ്ങളുടെ ക്ഷേമത്തെ പരിഗണിച്ച് അവർക്ക് ആത്മീയമായ നന്മ പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള ഒരു അജപാല ശുശ്രൂഷ ആവിഷ്കരിക്കണമെന്ന് കർത്തൃനാമത്തിൽ വിനീതമായി ഞാനോട് അപേക്ഷിക്കുകയാണ്. അല്ലാത്ത പക്ഷം അതിൻ്റെ കെടുതികൾ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏവർക്കും എൻ്റെ വന്ദനം.